തൊഴിലുടൻ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വിന്താലു. പേര് കേട്ടിട്ട് ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന കുട്ടികളൊന്നും പേടിക്കണ്ട. അയ്യോ ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല, റെസ്റ്റോറന്റിലേ പറ്റൂ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എന്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം, ഞാൻ ടഫായിട്ടുള്ള റെസിപ്പികളൊന്നും നിങ്ങൾക്ക് തരാറില്ല. വീട്ടിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അതുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഒരുപക്ഷെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നു അതിനേക്കാളും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷായത്. അപ്പൊ തീർച്ചയായിട്ടും പുതിയതായിട്ട് പാചകം ചെയ്തു വരുന്ന കുട്ടികൾ ധാരാളമുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം ട്രൈ ചെയ്യണം, ഒരു പാടുമില്ല. അപ്പൊ ഞാനിവിടെ അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനായത്. നിങ്ങൾക്കിത് എല്ലു വേണമെന്നുണ്ടെങ്കിൽ എല്ലോട് കൂടി എടുക്കാം, അതല്ല മാംസം മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോ രണ്ടും കൂടി മിക്സ് ചെയ്താ എടുത്തേക്കുന്നത്. പീസ് ചെയ്യുമ്പോൾ ഒത്തിരി വലുതായിട്ട് വേണ്ട, ലേശം ചെറുതായിട്ട് പീസ് ചെയ്താൽ മതി. കാരണം നമുക്കിതിന് വലിയ പീസിന്റെ ആവശ്യമില്ല. സോ 1/2 കിലോ ചിക്കന്റെ കണക്കാ ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറില്ലേ അത് തന്നെ എടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ലേശം കൂടുതൽ വേണം. ഞാനിപ്പോ 20 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 കഷ്ണം ഇഞ്ചി. ഇത് ലേശം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടട്ടെ. ജീരകം ചെറിയ ജീരകമാണ്. നമ്മൾ മട്ടനും ചിക്കനും ആയിരിക്കുന്ന പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ. കടുക് 1 ടീസ്പൂൺ. ഉലുവ 1/4 ടീസ്പൂൺ ഇല്ല, ഇത്രത്തിന്റെ ആവശ്യമുള്ളൂ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് പിരിയൻ മുളക്. ഞാനത് ഒരു 13 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരി കൂട്ടുന്നവർക്ക് ഇത് മതി. ഇതിനേക്കാൾ കൂടുതൽ സ്പൈസി വേണമെന്നുള്ളവർക്ക് 15 എടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് അരയ്ക്കുന്നതിന് നമ്മൾ വെള്ളമല്ല ചേർക്കുന്നത്, വിനാഗിരി. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യമെന്ന് തോന്നുന്നു എങ്കിൽ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് അരച്ചത്. അപ്പൊ അരയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എങ്കിൽ മാത്രം. പിന്നെ ഞാൻ മുളക് നേരത്തെ വെള്ളത്തിൽ കുതിർത്തു വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് തന്നെ ഇട്ടരച്ചതാ. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ അരച്ചു വെച്ചതിൽ നിന്നും ഒരു 2 സ്പൂൺ, അത് 2 സ്പൂൺ ഒന്നും അങ്ങനെ കണക്കില്ല, ഒരു അത്യാവശ്യം പരുവത്തിന് മസാലയും ലേശം ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇരുന്നാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും ഇരിക്കണം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടേ ബാക്കി സവാളയുള്ളി പൊളിക്കുകയോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാവൂ. അപ്പൊ അത്രയും നേരം നമുക്കിത്, അപ്പൊ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ കൈ കൊണ്ട് തന്നെ ഇളക്കിക്കോ, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നാക്കായി മുഖത്തും കണ്ണിലും ഒന്നും പുരട്ടരുത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിംഗ് തുടങ്ങാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ മതി. എണ്ണ ചൂടായിട്ട് അതിലേക്ക് 2 ഏലക്ക, ഞാൻ ഏലക്ക ഒന്ന് ചതച്ചിട്ടുണ്ട്. 4 ഗ്രാമ്പൂ. പട്ട വലുതാണെങ്കിൽ 1 കഷ്ണം മതി, എന്റെ കയ്യിൽ വലിയ കഷ്ണമല്ല. ഇനി വേണ്ടത് ഇത് കണ്ടോ, ഈ സ്റ്റാർ, ഇതിനെന്തോ പറയുന്നേ, തക്കോലം നാമോ, ഇതാണ് സാധനം. അതൊരെണ്ണം. ഇതൊന്ന് മൂക്കണം. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഞാൻ 2 സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഒരു ബ്രൗൺ കളർ ആവട്ടെ. ആക്ച്വലി ഈ റെസിപ്പി ഞാനൊരു കുക്കറി ഷോയിൽ കണ്ടതാ. അപ്പൊ ഞാൻ ട്രൈ ചെയ്തു, ഇവിടെ ഇഷ്ടപ്പെട്ടു. അപ്പൊ വളരെ എളുപ്പമായതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ നിങ്ങൾ കൂടി ഷെയർ ചെയ്യാമെന്ന്. സവാള ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നായി, നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ടേ, ഒത്തിരി സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള മസാല ഇല്ലേ, ആ മസാല ഇതിനകത്തിട്ട് മസാലയൊന്ന് മൂപ്പിക്കണം. ഈ മസാല നന്നായിട്ട് ഇതിൽ കിടന്ന് മൂത്തതിന്റെ എണ്ണ തെളിയണം. മസാല ഇട്ടിട്ട് തീ കൂട്ടിയിടണ്ട, തീ കുറച്ചിട്ടാ മതി. ആക്ച്വലി ചിക്കൻ വിന്താലു എന്ന് പറഞ്ഞ് പലരും അതിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിന്താലു ആലു എന്നുള്ളത് കൊണ്ടായിരിക്കും, ആലു പൊട്ടറ്റോ ആണ്, അതുകൊണ്ടായിരിക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നത് അതിൽ ഉരുളക്കിഴങ്ങ് വരത്തില്ല. നമ്മുടെ മസാല നല്ല കളറുണ്ട്, കാശ്മീരി മുളകിന്റെ ആണേ. നന്നായിട്ട് ഈ എണ്ണ കിടന്ന് ഈ മസാല മൂക്കണേ. ഇതിപ്പോ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്, കണ്ടോ സൈഡിലൊക്കെ.
ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിക്ക, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിക്ക. ഈ സൈസ്, ചെറിയ സൈസ്, ഈ സൈസിലെ 2 എണ്ണമാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് മറക്കരുത്. ഈ തക്കാളിക്ക ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം. ടൊമാറ്റോ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ഇത് ഈ മസാലയിൽ ഒരു 3-4 മിനിറ്റ് നല്ലോണം യോജിപ്പിക്കണം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഈ എണ്ണയിൽ ഇതൊന്ന് മിക്സ് ആവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. 4 മിനിറ്റ് കഴിഞ്ഞു. ഈ എണ്ണയ്ക്കകത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒത്തിരി ചേർക്കണ്ട, ഇത്രത്തിന്റെ ആവശ്യമുള്ള, അതായത് നമുക്ക് നമ്മുടെ ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഓൾറെഡി കഷ്ണത്തിൽ ഉപ്പ് പിടിച്ച് കാണും, നമ്മൾ ഉപ്പ് പുരട്ടിയാ വെച്ചിരുന്നേ. അപ്പൊ അതുകൂടെ മനസ്സിലാക്കിയേ ഉപ്പിടാവൂ. അല്ലെങ്കിൽ കറി നല്ല പാകമായി കഴിഞ്ഞ ശേഷം കഷ്ണം ഒന്ന് തിന്നു നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്താലും മതി. അപ്പൊ ഇതിൽ നമ്മുടെ കറിവേപ്പില വരത്തില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇത് അടച്ചു വെച്ച് നമുക്ക് മീഡിയം തീയിൽ ഒരു 15-20 മിനിറ്റ് വേവണം. ഇടയ്ക്ക് അടുക്കി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം, ഇളക്കി കൊടുക്കണം. വെന്തോന്ന് നോക്കാം. ഞാനിപ്പോ 20 മിനിറ്റ് 30 മിനിറ്റ് പറഞ്ഞെങ്കിലും നിങ്ങളുടെ ചിക്കനിൽ അത് ഡിപ്പെൻഡ് ആണ്. കാരണം പെട്ടെന്ന് വേവുന്ന ചിക്കൻ ആയിരിക്കാം, വേവാത്തതായിരിക്കാം. അപ്പൊ അങ്ങനെയെല്ലാം വ്യത്യാസം വരും. ഇതിപ്പോ നന്നായിട്ട് വെന്ത് പരുവമായിട്ടുണ്ട്. നല്ല കളറ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ലേശം കഴിച്ചു നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് വിനാഗിരി, അതായത് ഒരു 1/2 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ എത്ര സ്പൈസി ആണെന്ന് നമ്മുടെ ചിക്കൻ വിന്താലു. എളുപ്പമല്ലേ? എനിക്ക് നമ്മുടെ ചിക്കൻ കറിയേക്കാളും എളുപ്പമായിട്ട് തോന്നുന്നത് ഇതാ. പിന്നെ മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടും ഉണ്ടാക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ വിന്താലു റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യണം. റൈസിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷായത്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും ഒരു പുതിയ ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.